വെൽക്കം ടു ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫോർമുല പഠിച്ച പോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും വി ഹാവ് എ ഫോർമുല. ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അവിടെ വെയ്ജ് അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് അങ്ങനെയുള്ള വല്ല എലമെൻസും ഉണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി വലിയ ഫോർമുലയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഈ ഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നതാണ് വെയ്ജ് എന്ന് പറയുന്ന സാധനം. സോ ക്ലോസിംഗ് സ്റ്റോക്ക് കാണാൻ ഫോർമുല എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മോറാണ്ടം ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബാലൻസിങ് ഫിഗർ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. സെയിൽസ് 5 lakh, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 10% ഓൺ സെയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 10% ഓൺ സെയിലാണ് തന്നേക്കണത്. കോസ്റ്റ് ഓഫ് സെയിലിൻ്റെ മുകളിൽ തരുമ്പോഴാണ് നമ്മളത് ഫോർമുല ഉപയോഗിച്ചിട്ട് സെയിൽസിൻ്റെ മുകളിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ 10% ഓൺ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇനി പർച്ചേസസ് ഉണ്ട് 3,90,000, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് 60,000, വേജസ് ഉണ്ട് 40,000. അപ്പം ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ്. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? വേജ് ഉണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽ. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, നോക്കി നോക്കൂ 60,000. പർച്ചേസസ് തന്നിട്ടുണ്ട്, നോക്കി നോക്കൂ 3,90,000. ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, വേജ് 40,000 മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് നേരിട്ടിട്ട് തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് എത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ? 5 lakh ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 10% ഓൺ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് 5 lakh, ഗ്രോസ് പ്രോഫിറ്റ് 10% ഓൺ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5 lakh മൈനസ് 10% ഓഫ് 5 lakh, അതായത് എന്താണ്? 50,000 ആണ് ഗ്രോസ് പ്രോഫിറ്റ്. 5 lakh ഇൻറ്റു 10/100. അപ്പോൾ സെയിൽസ് 5 lakh മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് 10% ഓഫ് 5 lakh എന്ന് പറയുന്നത് 50,000. സോ 5 lakh മൈനസ് 50,000 4,50,000 ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണാനുള്ള ഫോർമുല എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എത്ര ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 60,000 പ്ലസ് പർച്ചേസസ് എത്ര തന്നിരിക്കുന്നത്? 3,90,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് വേജ് എത്ര തന്നിരിക്കുന്നത്? 40,000 മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു 4,50,000. സോൾവ് ചെയ്യുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര കിട്ടും? 40,000 ആണ് കിട്ടുക. ഇത് നമുക്ക് ഇതിന് പകരം എന്ത് ചെയ്യാം? മെമ്മോറാണ്ടം ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടും എസർട്ടൈൻ ചെയ്യാൻ. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന ഐറ്റംസ് എന്താണ്? സെയിൽസ് വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യനിൽ? 5 lakh. പിന്നെ വരുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്, അത് നമുക്കറിയില്ല, അപ്പോൾ അതവിടെ ഇട്ടു. പിന്നെ ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ആയിട്ട് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60,000 തന്നിട്ടില്ലേ? 60,000. പിന്നെ വരുന്നതാണ് പർച്ചേസസ്, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 3,90,000 അതെഴുതി. പിന്നെ വേജസ് അതും ക്വസ്റ്റ്യനിൽ തന്നിട്ട് 40,000. ഗ്രോസ് പ്രോഫിറ്റ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ട് 10% ഓൺ സെയിൽസ് എന്ന് പറയുന്നത്, അതായത് 10% ഓൺ 5 lakh. 5 lakh ഇൻറ്റു 10/100 50,000. ഇപ്പോൾ ഡെബിറ്റ് സൈഡ് ടോട്ടൽ 60,000 പ്ലസ്
3,90,000 plus 40,000 plus 50,000, 5,40,000. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ആകെ സെയിൽസ് മാത്രമേ ഉള്ളൂ. ബാലൻസ് ചെയ്യുമ്പോൾ 5,40,000 മൈനസ് 5,40,000 ആണ് ബാലൻസിങ് ഫിഗർ. ക്രെഡിറ്റ് സൈഡിൽ ആ ബാലൻസിങ് ഫിഗർ എന്താണ്? ക്ലോസിങ് സ്റ്റോക്കാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മെമ്മോറാണ്ടം ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമുല ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, മിക്കവാറും ഇതിനകത്തൊന്നും തരാത്തൊരു സാധനം ഗ്രോസ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ആയിരിക്കും. പക്ഷേ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് മിക്കവാറും തന്നിരിക്കുന്നത് പേഴ്സൻറ്റേജ് ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസിലായിരിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസിലാണ് ഗ്രോസ് പ്രോഫിറ്റ് തന്നിരിക്കുന്നതെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു സെയിൽസ് വാല്യൂ. അതിനുള്ള ഫോർമുലയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഇൻറ്റു 100/100 പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് എന്നുള്ളത്. ഇനി കോസ്റ്റിൽ നേരിട്ട് തന്നെ സെയിൽസിൻ്റെ പെർസെൻറ്റേജിലാണ് തന്നെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് കൊളാക്കണ്ട. ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് തന്നാൽ ആ സെയിൽസ് വാല്യൂവിൻ്റെ മുള്ളത് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അപ്പോഴാണ് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ പെട്ടെന്ന് ഫോർമുല ഓർമ്മ വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മോറാണ്ടം ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് വെച്ചിട്ടും ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഫോർമാറ്റ് ഓർത്തിരിക്കുക. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ഉണ്ടാവുക? സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുക? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വേജസ്, ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവും. അതിൽ ഏതാണോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് ബാലൻസിങ് ഫിഗർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ്, അപ്പോൾ മിസ്സിങ് ഫിഗേഴ്സ് ഇതൊക്കെയാണ്. ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത മിസ്സിങ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അക്കൗണ്ടുകളൊക്കെയാണ്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നമ്മൾ കൺവേർഷൻ മെത്തേഡിൽ എന്താണ്, സിംഗിൾ എൻട്രീനെ ഡബിൾ എൻട്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള 5 സ്റ്റെപ്പിൽ 5ാമത്തെ സ്റ്റെപ്പാണ് പറഞ്ഞത് മിസ്സിങ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അക്കൗണ്ട്സ് വരയ്ക്കാനുള്ളത്. അപ്പോൾ അതിലുള്ള മിസ്സിങ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസും ആണ് പറയുന്നത്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസർട്ടൈൻമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ആണ്. നമുക്കറിയാം ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കണ്ടുപിടിക്കുക എങ്ങനെ, നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOs വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, അസർട്ടൈൻമെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ബുക്ക് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി 8ാമത്തെ സ്റ്റെപ്പ് എന്താണ്, അസർട്ടൈൻമെൻറ്റ് ഓഫ് അതർ ബാലൻസസ് ആണ്. അതർ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞിരിക്കുന്നത് കുറച്ച് നോമിനൽ അക്കൗണ്ട്സിൻ്റെയും പിന്നെ ക്യാഷ്, ബാങ്ക് അങ്ങനെയുള്ള അക്കൗണ്ട്സിൻ്റെ ഒക്കെ ബാലൻസ് ആണ്. അതുപോലെ വരുന്നതാണ് അസറ്റുകളുടെ ബാലൻസ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, ഇതൊക്കെ നമുക്ക് അസർട്ടൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് അതൊക്കെ അറിയാം. അപ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസൊക്കെ നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് ഇയർ ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും. പിന്നെ എന്താണ്, പർച്ചേസ്, സെയിൽ, അതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു പേ ഓഫ് ദ ക്യാഷ്. സോ അത് ക്യാഷ് ബുക്കിൽ നിന്ന് കിട്ടും. സിംഗിൾ എൻട്രി ആണെങ്കിൽ വി വിൽ മെയിൻറ്റെയിൻ ക്യാഷ് ബുക്ക്. അതുപോലെ അസറ്റ് സെയിൽ ചെയ്തെങ്കിൽ എന്താണ്, നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ബുക്ക് നോക്കിയിട്ട് നമുക്ക് കുറേ കണ്ടുപിടിക്കാം. ഇനി പിന്നെ ഡിപ്രീസിയേഷൻ അഡീഷണൽ ഇൻഫർമേഷനായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അസറ്റിൻ്റെ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ. സോ മിസ്സിങ് ഇൻഫർമേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു 5ാമത്തെ സ്റ്റെപ്പിൽ. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ നമ്മളെന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് മെമ്മോറാണ്ടം ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് FIOsൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാം. പർച്ചേസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ക്യാഷ് പർച്ചേസ് നമുക്ക് ക്യാഷ് ബുക്കിൽ നിന്ന് കിട്ടും. ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ എവിടെ നിന്നാണ് കിട്ടുക, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട്. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ എന്താണ്, ക്യാഷ് ബുക്കിൽ നിന്ന് കിട്ടും. ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ സാധാരണ പേ ചെയ്യുക ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആണ്. ഇനി പർച്ചേസ് റിട്ടേൺ ആണെങ്കിലോ നമുക്കറിയാം പർച്ചേസ് റിട്ടേൺ വരുന്ന അക്കൗണ്ട് ഏതാണ്,
ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ്. അപ്പോൾ അത് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കുക. സെയിൽസ് എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് ബുക്കിൽ നിന്ന്, ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ നിന്ന്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മെമ്മോറാണ്ടം ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇത് ഓരോന്ന് എവിടെ നിന്നൊക്കെയാണ് കിട്ടുക എന്നുള്ളൊരു ലിസ്റ്റ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താണ്, ഞാനിതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അത് പഠിക്കുക. അത് വെറുതെ ഞാൻ വായിച്ചത് കൊണ്ട് വേറെ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് വായിക്കാതെ. അപ്പോൾ പ്രോബ്ലം കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് കൺവേർഷൻ മെത്തേഡിൻ്റെ സ്റ്റെപ്പ്. ഇപ്പോൾ കൺവേർഷൻ മെത്തേഡിൻ്റെ പ്രൊസീജിയർ എഴുതാൻ പറയുമ്പോൾ എഴുതേണ്ട 8 സ്റ്റെപ്പാണിത്. അതിൻ്റെ ഇടയിലുള്ള എക്സാമ്പിൾസ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ബാക്കി 8 സ്റ്റെപ്പാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. താങ്ക് യു. നമ്മളൊരു 3 വീഡിയോയിലൂടെയാണ് ഈ പ്രൊസീജിയർ ഡിസ്കസ് ചെയ്ത്. 5ാമത്തെ പ്രൊസീജിയറിലൊരു 5-8 എക്സാമ്പിൾ വന്ന കാരണമാണ് അതിൻ്റെ ഇടയിലൊരു ബ്രേക്ക് വന്നത്. പിന്നെ നമ്മൾ 2 വീഡിയോ കഴിഞ്ഞിട്ടാണ് 6ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞത്. സോ അത് ടെക്സ്റ്റിൽ കണക്ട് ചെയ്തിട്ട് വായിക്കുക കേട്ടോ. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ആ എക്സാമ്പിൾസ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ആ പ്രൊസീജിയർ 1 by 1 ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു.